നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ഒല്ലൂരിൽ അയൽവാസിയുടെ കുത്തേറ്റ് യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ക്രിസ്റ്റഫർ നഗർ പുത്തൂർ വീട്ടിൽ സൗമ്യയെ അയൽവാസിയായ പ്രതി അപ്പാടൻ തോമസ് പിന്നാലെ നടന്ന് ശല്യം ചെയ്യാറുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ ഇവർ തമ്മിൽ കടുത്ത വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ തർക്കം കയ്യാങ്കളിയിലും പിന്നാലെ കൊലപാതകത്തിലും എത്തിച്ചേരുകയായിരുന്നു. ഓട്ടോ ഡ്രൈവറായ തോമസിനെതിരെ സൗമ്യയുടെ മകൻ നൽകിയ പോക്സോ കേസും നിലവിലുണ്ട്. കേസിൽ അറസ്റ്റിലായ തോമസ് കുറച്ചുകാലം ജയിലിലും കിടന്നിട്ടുണ്ട്. ഇതോടെ സൗമ്യയും തോമസും തമ്മിലുള്ള പ്രശ്നം അതിരൂക്ഷമായിരുന്നുവെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 6:30യോടെയാണ് കൊലപാതകം നടന്നത്. ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തിനു പിന്നാലെ വീട്ടിലെ നായ റോഡിലേക്കിറങ്ങിയതിനെ തുടർന്ന് സൗമ്യ അതിന് പിറകെ ഇറങ്ങിയപ്പോൾ കത്തിയുമായി പിറകെയെത്തിയ തോമസ് കുത്തുകയായിരുന്നു. കുത്തേറ്റ് അരമണിക്കൂറോളം റോഡിൽ കിടന്ന സൗമ്യയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിനു ശേഷം സമീപത്തെ വീട്ടിലെ കിണറ്റിൽ ഇറങ്ങിയൊളിച്ച തോമസിനെ തിരച്ചിലിനിടയിൽ പോലീസ് കണ്ടെത്തി. അഗ്നിരക്ഷാസേനയെത്തിയാണ് പ്രതിയെ കിണറ്റിൽ നിന്ന് കയറ്റിയത്. സൗമ്യയുടെ സംസ്കാരം ഇന്ന് നടക്കും. ഏക്ന, ആരോൺ എന്നിവരാണ് മക്കൾ. കയ്പമംഗലത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും മൊബൈൽ ഫോൺ കവർച്ച ചെയ്യുകയും ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന ബോബ് അശ്വന്തിനെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ ഇയാൾ വധശ്രമം, മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വലപ്പാട് കോടൻ വളവിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. 2025 ഡിസംബർ 7 രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കയ്പമംഗലം ബോർഡിന് സമീപം സായ് സർവീസ് സെന്ററിന് മുന്നിൽ നിന്ന ചാമക്കാല സ്വദേശി നിസാമുദ്ദീനെ പ്രതി ഭീഷണിപ്പെടുത്തി ബൈക്കിൽ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. വൈകുന്നേരം 4 മണിവരെ പ്രതിയുടെ വീട്ടിൽ തടവിൽ പാർപ്പിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ശേഷം നിസാമുദ്ദീന്റെ 25,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണും കവർന്നു. ഈ കേസിലെ മറ്റു പ്രതികളായ ഫാസിൽ, സാബിത്ത്, ഹാരിസ് എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം മുങ്ങിയ അശ്വന്ത മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ എറണാകുളം, കണ്ണൂർ ജില്ലകളിലെ വിവിധ ഹോട്ടലുകളിൽ പാചകക്കാരനായി ജോലി ചെയ്താണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പ്രതി വലപ്പാട് ഭാഗത്തെത്തുന്നുണ്ടെന്ന രഹസ്യവിവരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം ദിവസങ്ങളോളം നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് അശ്വന്തിനെ വലയിലാക്കിയത്. അശ്വന്ത് കണ്ണൂർ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മോഷണക്കേസിൽ പിടികിട്ടാപ്പുള്ളി വാറണ്ടുള്ള പ്രതിയാണ്. ബോബി എന്നറിയപ്പെടുന്ന അശ്വന്ത് ഈ കേസ് കൂടാതെ വലപ്പാട്, തളിപ്പറമ്പ്, വടകര എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ കേസിലും 5 മോഷണക്കേസിലും പ്രതിയാണ്. പക്ഷാഘാതത്തെ തുടർന്ന് കിടപ്പിലായ നെന്മണിക്കര മടവാക്കര സ്വദേശിയായ 46-കാരൻ തുടർ ചികിത്സയ്ക്കായി ഉദാരമതികളുടെ കാരുണ്യം തേടുന്നു. മടവാക്കര കളരിക്കൽ കൃഷ്ണൻകുട്ടിയുടെ മകനായ ലേജുവാണ് സുമനസുകളുടെ സഹായം തേടുന്നത്. കുഞ്ഞുനാളിൽ തന്നെ പോളിയോ ബാധിച്ച് ഇരുകാലുകളുടെയും ചലനശേഷി നഷ്ടപ്പെട്ട ലേജു തൻ്റെ പരിമിതികളെ മറികടന്ന് ജീവിതത്തോട് പൊരുതുകയായിരുന്നു. മുച്ചക്രവാഹനത്തിൽ ലോട്ടറി വിറ്റ് കുടുംബം പുലർത്തിയിരുന്ന ലേജുവിനെ തലച്ചോറിലെ ഞരമ്പ് പൊട്ടിയതിനെ തുടർന്ന് പക്ഷാഘാതം തളർത്തുകയായിരുന്നു. ഇതിനുള്ള ചികിത്സ തുടരുന്നതിനിടയിലാണ് ഗുരുതരമായ കരൾ രോഗമുള്ളതായി കണ്ടെത്തിയത്. ഇതിനിടയിൽ കിഡ്നി സ്റ്റോൺ നീക്കം ചെയ്യുന്നതിനുള്ള 2 ശസ്ത്രക്രിയകളും ചെയ്യേണ്ടി വന്നു. തൃശൂർ ജൂബിലി മിഷൻ, സൺ ഹോസ്പിറ്റൽ, അമല ആശുപത്രികളിലായി മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചിലവിട്ടു. 6 മാസമായി കിടപ്പിലാണ് ലേജു. വൃദ്ധരായ മാതാപിതാക്കളും ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളുമടങ്ങിയ കുടുംബത്തിന് ലേജുവിൻ്റെ തുടർ ചികിത്സയ്ക്കായി ചിലവുകൾ താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഈ കുടുംബത്തെ സഹായിക്കാൻ നെന്മണിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA സുരേഷ്, വാർഡ് മെമ്പർ MA ശ്രീനാഥ്, പൊതുപ്രവർത്തകനായ CK രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സുമനസുകൾക്ക് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ അമ്പല്ലൂർ ശാഖയിൽ 40292101062052 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. IFSC KLGB 0040292 കൂടാതെ 9567012515
എന്ന GPay അക്കൗണ്ടിലേക്കും സഹായങ്ങൾ അയക്കാവുന്നതാണ്. നെന്മണിക്കര പഞ്ചായത്തിൽ 10ാം വാർഡിൽ താമസിക്കുന്ന കളരിക്കൽ കൃഷ്ണൻകുട്ടി മകൻ ലേജു മുച്ചക്ര വാഹനത്തിൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തിയായിരുന്നു. ജന്മന ചെറുപ്രായത്തിലെ തന്നെ പോളിയോ ബാധിച്ച് ഇരുകാലുകളുടെയും ശേഷി നഷ്ടപ്പെട്ടെങ്കിലും അത്തരം പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലായിരുന്നു ലോട്ടറി കച്ചവടം നടത്തി. പക്ഷെ അതിനിടയിലാണ് അമിതമായിട്ടുള്ള പ്രഷറിൻ്റെ ഭാഗമായി തലയിലെ ഞരമ്പ് പൊട്ടി കിടപ്പിലായത്. 2-3 ആശുപത്രികളിലായി തുടർച്ചയായ ചികിത്സ 6 മാസമായി ഇപ്പോൾ കിടപ്പിലാണ്. ലക്ഷക്കണക്കിന് രൂപ ചികിത്സയ്ക്ക് വേണ്ടി വന്നു. അതുകൊണ്ട് അച്ഛനും അമ്മയും, പ്രായമായ അച്ഛനും അമ്മയും പിന്നെ ഭാര്യയും 2 സ്കൂളിൽ പഠിക്കുന്ന മക്കളുമുള്ള ഒരു പാവപ്പെട്ട കുടുംബമാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും ലക്ഷക്കണക്കിന് രൂപ ഉണ്ടെങ്കിലാണ് ലേജുവിനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാ നല്ല മനസ്സുകളോടും കഴിയാവുന്ന നിങ്ങളുടെ പരമാവധി സഹായം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നെന്മണിക്കര പഞ്ചായത്ത് വാർഡ് 10 മടവാക്കര സ്വദേശിയായിട്ടുള്ള ലേജു എന്ന ഈ 46-കാരൻ ഇപ്പോൾ ഉദാരമതികളുടെ കാരുണ്യം തേടുകയാണ്. തൻ്റെ ജീവിത പ്രതിസന്ധികളെ, ശാരീരിക അവശതകളെ വകവയ്ക്കാതെ മുച്ചക്ര വാഹനത്തിൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന ലേജുവിനെ രോഗദുരിതങ്ങൾ വിടാതെ പിന്തുടരുകയായിരുന്നു. ഇപ്പോൾ 2 ശസ്ത്രക്രിയ കഴിഞ്ഞ് പക്ഷാഘാതം വന്ന് കിടപ്പിലാണ് ലേജു. തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ വലയുകയാണ് ഇവരുടെ നിർധന കുടുംബം. ഈ കുടുംബത്തെ സഹായിക്കാൻ കാരുണ്യമതികൾ കൈകോർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ ചികിത്സാ സഹായ സമിതിയിലേക്ക് ഉദാരമതികളുടെ കാരുണ്യം തേടുകയാണ് ഈ കുടുംബം. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കുറുമാലിപ്പുഴയുടെ തീരത്ത് ആറ്റപ്പള്ളി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പമ്പ് ഹൗസിന്റെ ഭിത്തിയിൽ പമ്പ് ഓപ്പറേറ്ററായ രാജേഷ് വരച്ച ജീവൻ തുടിക്കുന്ന കടുവയുടെ ചിത്രം ഇപ്പോൾ നാട്ടിൽ ശ്രദ്ധേയമാകുന്നു. പമ്പ് ഹൗസിന്റെ ഭിത്തിയെ വിശാലമായ ക്യാൻവാസാക്കി രാജേഷ് വരച്ചിരിക്കുന്നത് 15 അടി ഉയരത്തിലും 12 അടി വീതിയിലുമുള്ള കടുവയുടെ അക്രലിക് പെയിന്റിംഗ് ആണ്. ചെറുകിട ജലസേചന വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന വാസുപുരം സ്വദേശി രാജേഷ് നല്ലൊരു ചിത്രകാരൻ കൂടിയാണ്. ആറ്റപ്പള്ളി ഇറിഗേഷൻ പദ്ധതിയുടെ പമ്പ് ഓപ്പറേറ്ററാണ് 49-കാരനായ രാജേഷ്. ജോലിക്കിടയിലെ വിരസത അകറ്റാനും തൊഴിലിടം ആകർഷകമാക്കാനും ലക്ഷ്യമിട്ടാണ് രാജേഷ് പമ്പ് ഹൗസിന്റെ ഭിത്തിയിൽ ജീവസുറ്റ കടുവയുടെ ചിത്രം വരച്ചിരിക്കുന്നത്. ചെറുപ്പം മുതലേ ചിത്രം വരയിൽ അഭിരുചിയുള്ള രാജേഷ് 10 വർഷത്തോളം കോടാലിയിലെ മുദ്ര ആർട്സ് എന്ന സ്ഥാപനത്തിന് കീഴിൽ ആർട്ട് വർക്കുകൾ ചെയ്തിരുന്നു. അക്കാദമിക് തലത്തിൽ ചിത്രരചനയിൽ പരിശീലനം നേടിയിട്ടില്ലെങ്കിലും പെയിന്റിംഗിൽ അസാധാരണ വൈഭവമാണ് ഈ യുവാവിനുള്ളത്. 13 വർഷം മുൻപ് ചെറുകിട ഇറിഗേഷൻ വകുപ്പിൽ ജോലി ലഭിച്ചപ്പോൾ താഴെ വെച്ച ബ്രഷും ചായക്കൂട്ടും 2 വർഷം മുൻപാണ് രാജേഷ് വീണ്ടും കയ്യിലെടുത്തത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പമ്പ് ഹൗസിലെ ഡ്യൂട്ടിക്കിടയിൽ വീണു കിട്ടുന്ന സമയം സർഗാത്മകമാക്കി വിരസതയകറ്റാനാണ് രാജേഷ് വീണ്ടും ചിത്രം വരച്ചു തുടങ്ങിയത്. പമ്പ് ഹൗസിനോട് ചേർന്ന പുഴയിലുള്ള കടവിൽ കുളിക്കാനെത്തുന്നവർക്ക് കൂടി ആസ്വദിക്കാൻ കഴിയും വിധത്തിലാണ് കടവിന് അഭിമുഖമായിട്ടുള്ള ചുവരിൽ ഒറിജിനലിനെ വെല്ലുന്ന വിധത്തിലുള്ള കടുവയെ രാജേഷ് വരച്ചിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ ചിത്രം പ്രചരിച്ചതോടെ നിരവധി പേർ കടുവയെയും രാജേഷിനെയും കാണാനായി ആറ്റപ്പള്ളി പമ്പ് ഹൗസ് പരിസരത്ത് എത്തുന്നുണ്ട്. അക്രലിക് മാധ്യമത്തിൽ മനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കുന്ന രാജേഷ് സുഹൃത്തുക്കളായ ഏതാനും കലാകാരന്മാരോടൊപ്പം ചേർന്ന് കഴിഞ്ഞ വർഷം തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. രാജേഷ് വരച്ച മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഛായാചിത്രം ഏതാനും മാസം മുൻപ് വരന്തരപ്പിള്ളിയിൽ മന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് രാജേഷ് നേരിട്ട് കൈമാറിയിരുന്നു. അടുത്ത ഓഗസ്റ്റിൽ തൃശൂരിൽ നടത്താനിരിക്കുന്ന പ്രദർശനത്തിലേക്ക് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ രാജേഷ്. ഇതിനിടയ്ക്ക് നമ്മുടെ തോട്ടുമുഖം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ നമ്മുടെ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സാറിന് ഒരു ചിത്രം വരച്ച് നൽകിയിരുന്നു. അത് വാർത്തയ്ക്കായിരുന്നു അന്ന് MLA ഇട്ടിരുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,540 രൂപയും പവന് 1,16,320 രൂപയും രേഖപ്പെടുത്തി.
ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.